മോഷ്ടാക്കൾ കരുതിയിരിക്കുക. അവർക്കുള്ള നമ്മളെല്ലാം മേടിച്ച് വെച്ചേക്കുവാണ്, വെട്ടി വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ അവരെ 16 അതിൻ്റെ ഇരട്ടി കൂട്ടം കറിയും കൊടുത്ത് വിടുന്ന താമസം മാത്രമേ ഉള്ളൂ. പണി പാലും വെള്ളത്തിൽ കൊടുക്കാന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ കൊടുക്കേണ്ടി വരും. മോഷ്ടാക്കൾ ജാഗ്രത. രാത്രിയോ പകലോ ഇവിടുത്തെ വീടുകളിലും കടകളിലും മോഷണം നടത്താമെന്ന കുൽസിത ചിന്താഗതിയുമായി വരുന്നവർ ഓർത്തുവെച്ചോ, കാര്യം സാധിച്ച് വെറുതെ അങ്ങ് മടങ്ങിപ്പോകാമെന്ന് വിചാരിക്കേണ്ട. നല്ല ഇലവെട്ടി വിളമ്പി 16 കറിയും ചേർത്ത് ഉരുളയാക്കി ഉരുട്ടി തീറ്റിച്ചിട്ടേ വിടും. വളരെ വ്യത്യസ്തമായ ഒരു മുന്നറിയിപ്പ് ബോർഡാണ്. കോട്ടയം ജില്ലയിലെ കല്ലറ ഗ്രാമപഞ്ചായത്തിൻ്റെ 4-ാം വാർഡിലാണ് ഇത്തരം ഒരു ബോർഡ് കാണാൻ സാധിക്കുന്നത്. പഞ്ചായത്ത് അംഗമായ അരവിന്ദ് ശങ്കറിന്റെ നേതൃത്വത്തിലാണ് ഈ നാട്ടിൽ ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിച്ചത്. മെമ്പർ, ഇവിടെ ഈ മോഷ്ടാക്കളെ കൊണ്ട് അത്ര വലിയ ശല്യമായിരുന്നോ? ഇവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലമല്ല. പക്ഷേ ഇന്നിപ്പോൾ കാലഘട്ടം മാറി. ഇന്നിപ്പം ഇവരെല്ലാവരും കൂടെയും ഇപ്പോൾ കുറുവാ സംഘമാണെന്നും പറഞ്ഞും അതുപോലെ ഹിന്ദിക്കാരാണെന്നും ഇനി ഇതിൻ്റെ പേര് മലയാളികളും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. നേരത്തെ ശല്യം ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉണ്ട് നിലവിൽ. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം വലിയ ബുദ്ധിമുട്ട് തന്നെ. ഇപ്പം മോഷ്ടാക്കളെ സംബന്ധിച്ച് നമ്മുടെ കല്ലറയിൽ ശരിക്കും പിന്നെ അവർ അടക്കി വാഴുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നേക്കുന്നത്. കാരണം സ്വൈര്യജീവിതം, സാധാരണക്കാരെ സ്വൈര്യജീവിതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം നമ്മുടെ ഒരു അവസ്ഥ എത്തി നിൽക്കുന്നത്. നിരന്തരമായി മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതെ, നിരന്തരമായിട്ട്, തീർച്ചയായിട്ടും നിരന്തരമായിട്ട് തന്നെ മോഷണ ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ആദ്യത്തെ ഒരു മാസം മുമ്പ് ഇവിടെ ഒരു വീട്ടിൽ കയറി, അതിൻ്റെ CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് തമിഴ് ടച്ചുള്ളവരാണെന്ന് കണ്ടിട്ട് തോന്നുന്നത്. അവർക്ക് അവരുടെ കയ്യിൽ വാക്കത്തിയുണ്ട്, അതുപോലെ മാരകായുധങ്ങളോട് കൂടി അവർ കയറുന്നത്, വീട് പൊളിച്ച് കയറുന്നത് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അവർ ഇറങ്ങി വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഗതികെട്ടിട്ടാണ് ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിച്ചത്. അതെ, അത് സഹികെട്ടിനാണ് ഇങ്ങനത്തെ, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സഹികെട്ടിനാണ് ഇങ്ങനെ ബോർഡ് സ്ഥാപിച്ചത്. ബോർഡ് മലയാളത്തിലുമുണ്ട്, തമിഴിലുമുണ്ട്, ഹിന്ദിയിലും വെച്ചിട്ടുണ്ട്. അത് ഏത് ഭാഷക്കാരാണ്, ഏത് നാട്ടുകാരാണ് ഈ മോഷ്ടാക്കളെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ 3 ഭാഷയിലും ബോർഡ് വെച്ചിട്ടുണ്ട്. 3 ഭാഷയിലും വെച്ചിട്ടുണ്ട്. ആരായാലും ശരി, അതിപ്പോൾ നിർത്തിക്കോണം. നമ്മുടെ പഞ്ചായത്തിലേക്ക് അതിൻ്റെ പേരും പറഞ്ഞിട്ട്, അതായത് സാധാരണക്കാരൻ്റെ സൗകര്യവും തടസ്സപ്പെടുന്നതോടൊപ്പം തന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓരോരുത്തരും പണിയെടുത്ത് കൊണ്ടുവന്ന കാശ് അടിച്ചു മാറ്റാൻ, അല്ലെങ്കിൽ അത് കട്ടെടുക്കാൻ വരുന്നവർ ആരായാലും ഈ പഞ്ചായത്തിലോട്ട് വരണ്ട എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളത് തന്നെയാണ് നമ്മളതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ബോർഡ് വെച്ചതിന് ശേഷം ഈ മോഷ്ടാക്കളുടെ ശല്യം കുറഞ്ഞിട്ടുണ്ടോ? ബോർഡ് വെച്ചത് 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ വാർഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വേറെ ചില ഒരു വാർഡിൽ ഉണ്ടായതായിട്ട് ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു ഡിഫൻസ് ടീം രൂപീകരിച്ചു എന്ന് പറയുന്നു, അതെന്താണ്, അതിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണ്? ഡിഫൻസ് ടീം എന്ന് പറയുന്നത് നമ്മുടെ വാർഡിലെ, ഇപ്പോൾ കല്ലറ പഞ്ചായത്ത് 4-ാം വാർഡാണ് എൻ്റെ വാർഡ്. അപ്പം ജനം തിരഞ്ഞെടുത്ത ആളാണ് ജനപ്രതിനിധി എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ജനപ്രതിനിധിക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ രാഷ്ട്രീയം ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പം രാഷ്ട്രീയമില്ലാതെ ഇവിടെ CPM-ൻ്റെയും CPI-യുടെയും BJP-യുടെയും കോൺഗ്രസിൻ്റെയും അതുപോലുള്ള എല്ലാ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും, കൂടാതെ ആശാവർക്കർ, ചേച്ചി ആശാവർക്കറാണ്, അപ്പോൾ ആശാവർക്കർ ഉൾപ്പെടുത്തിക്കൊണ്ട്, കുടുംബശ്രീ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഈ ഡിഫൻസ് ടീം ഉദ്ദേശിക്കുന്നത് നൈറ്റ് പെട്രോളിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ, ഈ കള്ളനെ പിടികൂടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും അല്ലേ? അതിനകത്ത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കള്ളനെ പിടികൂടുക എന്നുള്ളതാണ് ആദ്യത്തെ അജണ്ട. രണ്ടാമത്, ഡിഫൻസ് എന്ന് പറയുന്ന പ്രതിരോധമാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് മെഡിക്കൽ കാര്യങ്ങൾ കൂടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ CPR പോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് നമുക്കൊരു ആക്സിഡൻറ്റ് കണ്ടാൽ പോലും ആ ആക്സിഡൻറ്റിൽ കാണുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ എടുത്തുകൊണ്ട് പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ ഓക്സിജൻ കൊടുക്കണം എന്ന് നമുക്കറിയില്ല. അതും ഈ കൂടെ പഠിക്കുമ്പോഴത്തേക്കും ഓൾറെഡി ഡിഫൻസ് ടീമിലെ അംഗത്തിന് നമ്മുടെ വാർഡിൽ എന്തെങ്കിലും കാര്യം ഇതുപോലെ വന്നാൽ ഉപയോഗിക്കാം, അതുപോലെ പുറത്തും ഇതുപോലെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും അവർക്ക്. അത് മറ്റൊരു ലക്ഷ്യമാണ്. പിന്നെ സെൽഫ് ഡിഫൻസ് ആയിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കളരിപ്പേറ്റ് പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ആ സെൽഫ് ഡിഫൻസ്, സ്വയം പ്രതിരോധം കുറച്ച് പഠിച്ചിരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഏകദേശം ഒരു 80 പേരോളം ഇപ്പം ഡിഫൻസ് ടീമിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മോഷ്ടാക്കൾ എന്തായാലും കരുതിയിരുന്നു, അധികം താമസിക്കാതെ പിടി വീഴും. മോഷ്ടാക്കൾ കരുതിയിരിക്കുക. അവരിനി നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. അവർക്കുള്ള നമ്മളെല്ലാം മേടിച്ച് വെച്ചേക്കുവാണ്, വെട്ടി വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ അവരെ 16 അതിൻ്റെ ഇരട്ടി കൂട്ടം കറിയും കൊടുത്ത് വിടുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് അതിൻ്റെ പേര് കല്ലറ പഞ്ചായത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സംഭവിച്ചിരിക്കും. ഈ കല്ലറ പഞ്ചായത്തിലൊക്കെ മോഷണം നടത്തുന്ന മോഷ്ടാക്കളൊക്കെ ഇത് കാണുന്നുണ്ട്, ശ്രദ്ധിച്ചോ. അധികം താമസമില്ല, പണി തുടങ്ങിയിട്ടുണ്ട്, വലിയ താമസമില്ല, പിടിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അതെ പണി പാലും വെള്ളത്തിൽ കൊടുക്കാന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ കൊടുക്കേണ്ടി വരും മിക്കവാറും. ഇവിടെ കുറച്ച് സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും പ്രായമായവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പ്രവാസികളായിട്ടുള്ളവർ, അങ്ങനെ ഒറ്റപ്പെട്ട കുറച്ച് അധികം കുടുംബത്തിലെ സ്ത്രീകളുണ്ട്. അവർക്ക് ഈ നമ്മുടെ ഈ മോഷണ ശ്രമത്തോടനുബന്ധിച്ച് ഭയങ്കര ഭയമായിരിക്കും. ഞങ്ങളുടെ ഈ വാർഡിൽ ഇങ്ങനെ താമസിക്കുന്ന സ്ത്രീകൾക്കൊരാവശ്യം വരികയും അവരെന്നെ ബന്ധപ്പെടുകയും ചെയ്താൽ ഏത് സമയത്തും ഞാൻ ഉൾപ്പെടുന്ന ഈ ടീമിൻ്റെ വളരെയധികം സഹായ സഹകരണങ്ങൾ ഏത് സമയത്തും
ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തന്നെ മറ്റ് വാർഡുകളിലും ഒരാൾ ആവശ്യപ്പെട്ട് നമ്മളെ സമീപിച്ചാൽ ഞങ്ങളുടെ ഈ ടീം അവർക്കും വേണ്ട ഹെൽപ്പ് കൊടുക്കും. അപ്പം മനുഷ്യജീവനെല്ലാം ഒരേപോലെ വിലയാണ്. അതിനൊരു പ്രത്യേകതയില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും നമ്മളെ ബന്ധപ്പെടാം. ഞങ്ങളുടെ ടീം സന്നദ്ധരായിരിക്കും. ഈ നാടിൻ്റെ ഉറക്കം കെടുത്തുന്ന മോഷ്ടാക്കൾ ഏത് നാട്ടുകാരാണെന്നറിയില്ല, മലയാളികളാണോ എന്ന് ഉറപ്പില്ല. എന്താണെങ്കിലും 3 ഭാഷയിൽ ഇവിടെ ഇപ്പോൾ ഈ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും. ഏത് നാട്ടുകാരാണെങ്കിലും വായിച്ചോളുക, കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും ഈ പഴയ കലാപരിപാടി തുടരാനാണ് ഭാവമെങ്കിൽ ഈ ബോർഡിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇലവെട്ടി 16 കൂട്ടം കറിയും കൂട്ടി ഊട്ടിച്ചിട്ടേ വിടൂ എന്നുള്ളതാണ് പഞ്ചായത്ത് മെമ്പറും ഈ നാട്ടുകാരും പറയുന്നത്. കോട്ടയം കല്ലറയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.